എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ. സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എൽ നിനോ. എൽ നിനോ എന്ന പേരിലാണ് സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് സൂര്യഗ്രഹണം. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിന് സൂര്യഗ്രഹണം എന്നാണ് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിന് പറയുന്ന പേര്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിന് പറയുന്ന പേര് പോയിന്റ് നിമോ. പോയിന്റ് നിമോ എന്നാണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിന് പറയുന്ന പേര്. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര്. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുടനിർമ്മാണം. കാർത്തുമ്പി കുടനിർമ്മാണമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ് കോക്കോസ് ന്യൂസിഫെറ? ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ് കോക്കോസ് ന്യൂസിഫെറ? തെങ്ങ്. തെങ്ങിൻ്റെ സസ്യശാസ്ത്രനാമമാണ് കോക്കോസ് ന്യൂസിഫെറ. ലോകത്താദ്യമായി കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ. ലോകത്താദ്യമായി കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ അക്ഷരമുഖി. അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ. ആറ്റൂർ സന്തോഷ് കുമാർ രചിച്ച അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലാണ് ലോകത്താദ്യമായി കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പാണ് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയത്. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയത് ആർ ബാലസുബ്രഹ്മണ്യം. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയത് ആർ ബാലസുബ്രഹ്മണ്യമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 എന്തായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 എന്തായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? ഭരണഘടനാ ഹത്യാദിനം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനമായിട്ട് ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത
ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ. ഡിസ്ട്രോഫിൻ എന്ന ജീനാണ് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി എന്നതാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? PR ശ്രീജേഷ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? PR ശ്രീജേഷ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാറാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. സംവിധാൻ സദൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. കാലം സാക്ഷിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയറാണ് രാജാജി രാഖതി ബയോസ്ഫിയർ. ഉത്തരാഖണ്ഡിലെ രാജാജി രാഖതി ബയോസ്ഫിയറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാര്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രലിൻ. ഗ്രലിൻ എന്ന ഹോർമോണാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായരാണ് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. ഹാൻഡ് എന്ന യൂണിറ്റിലാണ് കുതിരയുടെ ഉയരം അളക്കുന്നത്. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി.
ദാമോദർ വാലി പദ്ധതിയാണ് അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേക്കിയൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളിയാണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. എക്സിമ എന്ന രോഗം ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ഏത് രോഗത്തിൻ്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗത്തിൻ്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗനിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമേത്? നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ക്ലോമപിധാനം, എപ്പിഗ്ലോട്ടിസ്. ക്ലോമപിധാനമാണ് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം 1962. 1962 സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായത്. ഏത് ഋതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? ഏത് ഋതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? ശൈത്യകാലം. ശൈത്യകാലത്തിലാണ് ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. അയ്യങ്കാളി ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം. അയ്യങ്കാളി ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. 1893 അയ്യങ്കാളി ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹമാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. ഗംഗാ നദിയിലൂടെയാണ് NW1 ദേശീയ ജലപാത. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. വികിരണം വഴിയാണ് സൗരോർജം ഭൂമിയിൽ എത്തുന്നത്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വ, വ്യാഴം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്നത് 1812. 1812 കുറിച്യ കലാപം നടന്നത്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്? 4 മിനിറ്റ്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ
4 മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്. എംഫിസീമ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ് എംഫിസീമ ബാധിക്കുന്ന അവയവം. ലിത്താർജ് ഏതിൻ്റെ അയിരാണ്? കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ് എന്ന കായിക വിനോദവുമായിട്ടാണ് ഡമ്മി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ എന്നാണ് പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത്. ഒരു ബാരൽ എന്നത് ഡാഷ് ലിറ്ററാണ്. ഒരു ബാരൽ എന്നത് എത്ര ലിറ്ററാണ്? 159 ലിറ്റർ. ഒരു ബാരൽ എന്നത് 159 ലിറ്ററാണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലനജഡത്വം മൂലമാണ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രി കോണളവ്. 45 ഡിഗ്രി കോണളവിലാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്നത്. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? സ്വർഗം തുറക്കുന്ന സമയം. MT വാസുദേവൻ നായരുടെ രചനയായ സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വതമണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന
നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി PDT ആചാരി. PDT ആചാരിയാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. പനത്തടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിൻ. കുർക്കുമിനാണ് മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അഗ്മാർക്ക്. അഗ്മാർക്ക് മുദ്രയാണ് ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ്. കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് എന്നതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തി CK കുമാരപ്പണിക്കർ. CK കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി G. ശങ്കരക്കുറുപ്പ്. കവി G. ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. അദ്വൈത പഞ്ചരം രചിച്ചത്. അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് അദ്വൈത പഞ്ചരം. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ തന്നെ രചനയാണ് അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് അദ്വൈത ദീപിക. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. ചട്ടമ്പി സ്വാമികളുടെ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള വാക്കുകളാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്നത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നത്. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കനോലി. HV കനോലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. മേഘാലയ സംസ്ഥാനത്തിലാണ് ചിറാപുഞ്ചി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മഹാനദി. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ദുരവസ്ഥ എന്ന കൃതിയാണ് മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കൃതി.
അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാർ. പെരിയാർ നദിയാണ് ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് രാജ് നാരായൺ ബോസ്. രാജ് നാരായൺ ബോസിനെയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. കേരള കലാമണ്ഡലം സ്ഥാപകൻ. കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപകൻ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യ. റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിലാണ് ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഡിസംബർ 10 ഏത് ദിനമായി ആചരിക്കുന്നു? ഡിസംബർ 10 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല. ആത്മകഥ ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്? ആത്മകഥ ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്? EMS. EMSൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. സംസ്ഥാനത്തെ പട്ടികവർഗ ജനസംഖ്യ കൂടുതലുള്ള ജില്ല. സംസ്ഥാനത്തെ പട്ടികവർഗ ജനസംഖ്യ കൂടുതലുള്ള ജില്ല വയനാട്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യ കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ. ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം. ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനാണ് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. മേരി കോമിൻ്റെ ആത്മകഥ. മേരി കോമിൻ്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. അൺബ്രേക്കബിൾ ആണ് മേരി കോമിൻ്റെ ആത്മകഥ. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധൻ. ബുധനാണ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹം. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാണ് PT ഉഷ. PT ഉഷയാണ് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം പയ്യന്നൂർ. പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം.
ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.